ഹായ് ഫ്രണ്ട്സ്, എസ് ഇൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു വീനെക്ക് ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പാറ്റേൺ ഇവിടെ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു വീനെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴത്ത് ചെറിയ റൗണ്ട്സ് മാർക്ക് ചെയ്തിട്ടില്ലേ, അവിടെ നമുക്ക് റിംഗ് നോട്ട് ഫ്ലവേഴ്സും ഇതുപോലെ ചെറിയ ബ്രാഞ്ചസും ലീവ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. നല്ലൊരു വീനെക്കാണ്. ഇതുപോലെ നമ്മുടെ പാറ്റേൺ കറക്റ്റ് ഡ്രോ ചെയ്തിട്ടുണ്ട്. കുറച്ച് റൗണ്ട്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് വരേണ്ടത് റിംഗ് നോട്ട് ഫ്ലവർ ആണ് കേട്ടോ. സെൻറ്ററിലൊരു ഗോൾഡൻ ബീഡ് വെച്ചിട്ട് അതിനെ കവർ ചെയ്യുന്ന രീതിയിലാണ് റിംഗ് നോട്ട് ഫ്ലവർ ചെയ്യുന്നത്. പിന്നെ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ കുറേ ലീവ്സും ബ്രാഞ്ചസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. റിംഗ് നോട്ട് അറിയാവുന്നവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിംഗ് നോട്ട്, ഫ്രഞ്ച് നോട്ട്, ബുള്ളിയൻ റോസ് ക്ലാസ് ആയിട്ട് ചെയ്യാമെന്ന്. വരും ദിവസങ്ങൾ നമുക്ക് അതിൻ്റെ ക്ലാസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആവശ്യമെന്ന് നോക്കാവേ. അപ്പോൾ ഈ വർക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ 3 കളറിലുള്ള ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ത്രെഡ് ആങ്കർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ബ്ലൂ എടുത്തിട്ടുണ്ട്, വൈറ്റ്, റെഡ്, അങ്ങനെ 3 കളറിലുള്ള ത്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നീഡിൽ വേണ്ടത് 2 ടൈപ്പ് നീഡിൽ വേണം കേട്ടോ. ഇതുപോലെ എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് ഹോൾ വലിപ്പമുള്ളൊരു നീഡിലും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നീഡിൽ നമ്പർ 12 എടുത്തിട്ടുണ്ട്. അപ്പോൾ നീഡിലിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സ് ഒന്ന് കയറി കണ്ട് നോക്കുക കേട്ടോ. അപ്പോൾ 2 ടൈപ്പിലെ ബീഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ലീഫ് ചെയ്യാനായിട്ട് ആൻറ്റി കട്ട് ബീഡ്സും എടുത്തിട്ടുണ്ട്, ഗോൾഡൻ കളർ റൗണ്ട് ബീഡ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസൈനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഈ റൗണ്ട് പോർഷനിൽ സെൻറ്ററിൽ ഞാനൊരു ഡോട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും 2 പ്രാവശ്യം ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ പല വീഡിയോയിലും പറയുന്നുണ്ട്, നമ്മൾ എന്ത് വർക്ക് ചെയ്താലും ലോക്ക് സ്റ്റിച്ച് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ത്രെഡ് വർക്ക് ചെയ്യുമ്പോൾ റൗണ്ട്സ് കൊടുത്തിരിക്കുന്നില്ലേ, അവിടെ പലതും പല കളറാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ സെൻറ്ററിൽ വൈറ്റ് ചെയ്യുവാണെങ്കിൽ ലെഫ്റ്റും റൈറ്റും വരുമ്പോൾ ബ്ലൂവും റെഡും ആയിരിക്കും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അടുത്തടുത്ത കളറ് ഒന്നിച്ച് വരാതെ നോക്കിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ 3 കളറ് മിക്സ് ആയിട്ട് അങ്ങ് ചെയ്ത് പോരണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് റിംഗ് നോട്ട് ഫ്ലവർ ചെയ്യാവേ. അപ്പോൾ റിംഗ് നോട്ട് ഫ്ലവർ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ നീഡിൽ ത്രെഡ് കോർത്തെടുത്തിട്ടുണ്ട്. 6 സ്ട്രാൻഡ്സിലാണ് നമ്മളിതുപോലെ ത്രെഡ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ത്രെഡിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സ് ആണെങ്കിലും ഒന്ന് കയറി കണ്ട് നോക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു 6 സ്ട്രാൻഡ്സാണ് വരുന്നത്. അപ്പോൾ നമുക്കിതുപോലെ റിംഗ് നോട്ട് ചെയ്യാൻ ഞാൻ ഇതുപോലെ തന്നെ എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുമ്പോൾ ഫുള്ള് റൗണ്ടും ഇതുപോലെ റിംഗ് നോട്ട് ഫ്ലവർ ചെയ്തെടുക്കുക കേട്ടോ. സെൻറ്ററിൽ ഗോൾഡൻ ബീഡ് അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു 6 7 പെറ്റൽ പോലെ റിംഗ് നോട്ട് ഫ്ലവർ ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് സ്റ്റെമ്മ് ചെയ്യാവേ. ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ്സ് കൊടുത്ത് പോരാവേ.
ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് സ്റ്റെമ്മും ലീഫും ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ബാക്കി വരുന്ന ഈ എല്ലാ ഫ്ലവേഴ്സിലും ഇതുപോലെ തന്നെ സ്റ്റെമ്മും ലീവ്സും വരുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഗ്യാപ്പ് വരുന്ന പോർഷനിൽ നമുക്ക് ചെറിയ രീതിയിലൊന്ന് സ്പ്രെഡിങ് പോലെ കൊടുക്കാം കേട്ടോ. കാരണം നമ്മുടെ ഫ്ലവേഴ്സും നമ്മുടെ സ്റ്റെമ്മും ലീവ്സൊക്കെ ഒത്തിരി ഫില്ലായിരിക്കുന്നുണ്ട്. ചെറിയ ചെറിയ ഗ്യാപ്പ് വരുന്ന പോർഷനിൽ മാത്രം ഇതുപോലെ ചെറിയൊരു സ്പ്രെഡിങ്ങും കൂടെ കൊടുക്കുക. നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തായി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിൽ മാത്രം സ്പ്രെഡിങ് കൊടുത്തെടുക്കുക. എല്ലാ ഫ്ലവേഴ്സും ഇതുപോലെ ചെയ്തെടുക്കുക, സ്റ്റെംസും ലീവ്സും ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിതുപോലെ ചെയ്തിട്ട് ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. നല്ലൊരു വൈഡായിട്ടുള്ള വീനൊക്കെ കൊടുത്തേക്കുന്നത്. 3 കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റെംസും ലീവ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ്. റിംഗ് നോട്ട് ചെയ്യുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് റെഡ് കളർ ജോർജറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. SN ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.